വിഷ്ണു ആരെയൊക്കെയാ സാറിന് അനുകരിക്കുന്നത്? അല്ല അറിയാത്തില്ല പറഞ്ഞു. പണ്ട് കുറെ പേരൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അങ്ങനെ മിമിക്രി ചെയ്തിട്ട് കുറെ കാലമായി. കലാഭവൻ മണി എനിക്കൊന്ന് ബിട്ടാസ് കലാഭവൻ മണി ഇന്റർവ്യൂ ചെയ്യുന്നതാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സാധനം ചെയ്തിരുന്നു. അതെവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല ഞാനിപ്പോ വെറുതെ സാറിനോട് സംസാരിക്കാം. ശ്രീകണ്ഠൻ സാർ, നിങ്ങൾ ഈ തമാശക്കാരോട് നിങ്ങൾക്ക് വല്ലാത്തൊരു സ്നേഹമാണ് കേട്ടോ. 1 കോടി കോമഡി, അതിലും നിങ്ങളൊരു കോമഡി കൊണ്ടു. എന്താ നിങ്ങൾക്ക് തമാശക്കാരോട് ഇത്ര സ്നേഹം? ഒന്ന് പറയണം സാർ. ബിട്ടാസെ, എന്നോട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. തമാശക്കാർ നമ്മളുമായിട്ട് തലമുറ കടന്നുള്ള ബന്ധമുള്ളത് ബിട്ടാസ്. അങ്ങനെയാണല്ലേ? എങ്കിൽ പിന്നെ സാറ് പറഞ്ഞ പോലെ നിങ്ങൾ ഈ രാജ്യസഭയ്ക്കടുത്ത് കുറച്ച് ബഹളം ഉണ്ടാക്കുന്നുള്ളൂ ഈ അടുത്ത കാലത്തായിട്ട്. രാജ്യസഭയിൽ ഒരു മെമ്പർഷിപ്പ് സാറിന് കിട്ടിയ സാറും ബഹളം ഉണ്ടാക്കും. നിങ്ങളിപ്പോഴും കൈലലിയുടെ MD തന്നെ. ഓ, ഇതിന് പണി വേറെ വരും. സാർ അതിനുള്ള ചെറുതായിട്ട് നിന്നെ ഏറി പറത്താനുള്ള ചിറക് വെച്ച് തന്നിട്ടുണ്ട്, നീ പറഞ്ഞോളാം. അല്ല, ഗവൺമെന്റ് സന്തോഷിക്കും കാര്യം ആസ്വദിക്കുന്ന മാത്രല്ല. നമുക്ക് സന്തോഷപൂർവ്വം പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ കൂട്ടത്തിൽ. ഈ രാജ്യസഭയില് ജോൺ ബ്രിട്ടാസിന് ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ, ജോൺ ബ്രിട്ടാസ് JNU തന്നു PhD എടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് നല്ല വശമാണ്, ഹിന്ദി നന്നായിട്ട് അറിയാം. പിന്നെ കുറച്ച് കാലമായിട്ട് മീഡിയയിലുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറച്ച് കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മിടുക്ക് രാജ്യസഭ പ്രകടമാണ്. ഗവൺമെന്റ് സാറേ ഉപദ്രവിക്കുക, രാജ്യസഭയിൽ പ്രിവിലേജ് പോഷൻ കൊണ്ടുവന്ന് ഞങ്ങളെ തകർത്ത് കളയരുത് കേട്ടോ. കാര്യം ഒരു MP യുടെ അവകാശത്തിന് മേളിൽ വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാൽ നമ്മൾ പോയില്ലേ അല്ലേ? ഇതൊക്കെ പുള്ളി ഫണ്ണായിട്ട് എടുത്തോളും ഇല്ലേ? അല്ല, പുള്ളിക്കാരനെ ഈ പൊതുവേ ജോൺ ബ്രിട്ടാസ് ഈ തമാശയൊക്കെ എൻജോയ് ചെയ്യുന്നു എന്ന് തോന്നലുണ്ടാക്കുന്ന ആളാണ്. യാഥാർത്ഥ്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ കലാഭവൻ മണിയായിട്ടുള്ള ബന്ധം നമ്മൾ ബ്രിട്ടാസിനെ വിട്ടു. രാജ്യസഭയിൽ ഒരുപാട് ജോലിയുണ്ട്. മണിച്ചേട്ടനായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ണിനും കണ്ണാടിക്കും എന്ന് പറയുന്ന സിനിമയിൽ മണിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം അമൽ നീരദിന്റെ ബാച്ചിലർ പാർട്ടി എന്ന് പറയുന്ന സിനിമയിൽ മണിച്ചേട്ടന്റെ ചെറുപ്പകാലം ഞാനാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ പറങ്കിമല എന്ന് പറയുന്ന പടത്തിൽ മണിച്ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ മണിച്ചേട്ടൻ എന്നെ കണ്ടപ്പോൾ തന്നെ, എടാ നീ ബാച്ചിലർ പാർട്ടിയിൽ അസലായിട്ടുണ്ടാന്ന് പറഞ്ഞു. എനിക്ക് പുള്ളിയുടെ ചെറുപ്പകാലമുള്ള എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അതിനുശേഷം അതെ ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അത് നമുക്കും പുള്ളിനെ ജീവനായിരുന്നു. മരിച്ചപ്പോഴൊക്കെ എല്ലാ മലയാളികളും പോലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അല്ല, എനിക്ക് ഒരു ദിവസത്തിലെ ഒരു അനുഭവം ഉണ്ടായി. അതായത് ഡൽഹിയിൽ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു മീറ്റിങ്ങിന് പോയതാണ്. അത് അവിടുത്തെ മുഖ്യ അതിഥി അദ്ദേഹമാണ്, കലാഭവൻ മണിയായിരുന്നു. പുള്ളിക്കാരൻ എന്തോ ഒരു ടെൻഷനിലായിരുന്നു. എനിക്കത് റീസൺ എന്നോട് പുള്ളി പറഞ്ഞില്ല. എന്നോട് പറഞ്ഞ് ഞാൻ ഇത്തിരി ടെൻസാണ് എന്ന് പറഞ്ഞു. ഞാൻ എന്തിനിപ്പോൾ ടെൻഷൻ അടിക്കും, ഡൽഹി കിടന്ന് കേരളത്തിൽ കിടന്ന് ടെൻഷൻ അടിച്ചു, ഇവിടെ വന്ന് ടെൻഷൻ അടിക്കണോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുമ്പോൾ ഒരു പയ്യൻസ് എന്നോടൊന്ന് പറഞ്ഞു. ഡൽഹി പഠിക്കുന്നൊരു പയ്യനാണ്. അവൻ വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് കലാഭവൻ മണി ഒന്ന് പരിചയപ്പെടണം, മണിച്ചേട്ടൻ എനിക്ക് എൻ്റെ ജീവന. അവൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഈ പുള്ളി എടുത്തതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ അങ്ങ് കയറി ചെന്നിട്ട് ഞാൻ ഇന്നാരാന്ന് പറഞ്ഞാൽ പുള്ളി ആരാന്ന് പുള്ളി പറയും, നീ എന്നിട്ട് അങ്ങ് സംസാരിച്ചോണ്ടാവെന്ന് പറഞ്ഞു. ഇവൻ കയറി ചെന്നപ്പോൾ ഈ അന്നത്തെ മണിയുടെ ഒരു മൂഡിൽ മണി എന്തോ പറഞ്ഞു. അതെന്താ പറഞ്ഞത് ഇവൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഇവൻ തിരിച്ചു വന്ന് ഞാൻ നോക്കി ഇവൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവിടെ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അത് എന്നോട് ഇത്തിരി മോശമായി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ പോരുത്. നിങ്ങൾക്ക് ഞാൻ തട്ടിയിട്ട് ഞാൻ പറഞ്ഞു, അവൻ യഥാർത്ഥത്തിൽ ആകാശത്തോളം ഉയരത്തിൽ നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ മുറിയിലേക്ക് കയറി വന്നത്, നിങ്ങൾ പാതാളത്തോളം താഴാൻ പാടില്ല. പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. പുള്ളി കണ്ണൊക്കെ നിറഞ്ഞിട്ട് അവൻ പോയോ എന്ന് ചോദിച്ചാൽ പുള്ളിക്ക് ആകെ വിഷമായി. പുള്ളി അവനെ പിടിച്ചുകൊണ്ട് വന്ന് അവനെ ഉമ്മ വയ്ക്കുന്നു, അവൻ്റെ കൂടെ പടം എടുക്കുന്നു. പിന്നെ കലാപരിപാടി എനിക്കെന്നെ കണ്ടു ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സ്നേഹിക്കരുത് കേട്ടോ ഒരാളെ. കാര്യം ആദ്യം കാണുന്ന ഒരാളാണ് അവന്. എനിക്കൊന്ന് അവൻ ജീവിതത്തിൽ ഈ പയ്യൻസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ ഇത് മറക്കത്തില്ല. കാരണം പുള്ളിക്കാരനെ ടോട്ടലി അപ്സെറ്റ് ആയിരുന്നു. അവിടെ വന്നപ്പോൾ തന്നെ മനുഷ്യനല്ലേ, എല്ലാ കാര്യങ്ങൾ കാണും. ഇപ്പം നമ്മോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പുള്ളിക്കാരനെ അലട്ടുന്നുണ്ടാവും. ഞാൻ എന്നിട്ട് നിർബന്ധിച്ച് രണ്ടുമൂന്നോളം ചോദിച്ചു. മലയാളിക്ക് അങ്ങനെ ഇവിടെ ഉണ്ടല്ലോ ഒരാൾ, ഇല്ല കുഴപ്പമില്ല എന്നാലും പറ എന്താ ഉണ്ടായേ, എന്നിട്ട് വേണം നമുക്കൊന്ന് സന്തോഷിക്കാൻ. നമ്മൾ കുത്തി ചോദിക്കുമല്ലോ. കാര്യം അവൻ എന്തെങ്കിലും നാശം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാനും ഒരു ചെറിയ സുഖമുണ്ടല്ലോ. അത് വെച്ചിട്ട് നമ്മൾ കുത്തി പിന്നെ 2 തവണ ചോദിച്ചപ്പോൾ മണിക്ക് എൻ്റെ മുഖം വല്ലാതായി. മണി അണ്ണം പോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചെല്ലെന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ വളരെ പുള്ളിയുടെ ആദ്യകാലം മുതലേ നല്ല ബന്ധമുണ്ടായിരുന്നു. കാര്യം ഞാനൊരു സ്ക്രിപ്റ്റുമായിട്ടൊക്കെ സിനിമയിൽ നടന്ന കാലത്ത് ആ സ്ക്രിപ്റ്റിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. കൂടുതലൊന്നും ചോദിക്കരുത്. വിഷ്ണുവിന് പുതിയ അറിവൊക്കെ തന്നു കഴിഞ്ഞാലേ അതൊക്കെ വലിയ അപകടം. അല്ല, ഞങ്ങൾ മലയാളികളായതുകൊണ്ട് ഞങ്ങൾക്ക് കുത്തി ചോദിക്കാലോ. അത് ഏത് സ്ക്രിപ്റ്റ്? രാജതന്ത്രത്തിലുണ്ടാ മനുഷ്യനുണ്ടാ? ഉണ്ടല്ലോ. അല്ല, അത് ചില 1-2 പടങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ എനിക്ക് തോന്നി വിഷ്ണു TV നല്ലത്. വിപിനെ ആരെയാ സ്റ്റാർ ചെയ്യുക സാധാരണ സ്റ്റേജിലൊക്കെ?
ഞാന് മെയിനായിട്ട് KP ഉമ്മറുണ്ട്. ഉമ്മറുണ്ട്, അത് സാറിന് അറിയാം. എനിക്കറിയാം. KP ഉമ്മറുണ്ട്, വിജയ് സേതുപതി ഉണ്ട്, അതും എനിക്കറിയാം. വിജയ് സേതുപതി ഉണ്ട്, പിന്നെ സലീമേട്ടൻ അനുകരിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോ എപ്പോഴും ഞങ്ങള് സലീമേട്ടനെ അനുകരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രേതം ഇറങ്ങാത്ത നേരത്തെ സ്ക്രിപ്റ്റ് എഴുതുന്നു പറയുന്നു, വെളുപ്പിന് 3 മണിക്ക്. 3 സാറേ, 4 മണിക്കാണ്. പ്രേതം ഇറങ്ങാത്ത നേരത്തെ സ്ക്രിപ്റ്റ് എഴുതുന്ന മലയാളത്തിലെ ഏക 2 തിരക്കഥാകൃത്തുക്കളാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ഞാൻ നാട്ടുകാരെ അറിയിക്കുന്നു. വെളുപ്പിന് പ്രേതം പോലും ഇറങ്ങാൻ ഭയപ്പെടുന്ന നേരം അല്ലേ? പ്രേതം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കയറി കഴിയുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങണം. ഗ്രാമ മുഹൂർത്തത്തിൽ എഴുതുന്നവരാ. പ്രകൃതി ഇങ്ങനെ കൂടെ പ്രകൃതി കുളിർമയോടെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ പേന കയ്യിലെടുക്കുക. അതെ.